ദശമസ്കന്ധം ഭാഗം 1 ഇന്നത്തെ നമ്മുടെ വായന. ഓം ഗം ഗണപതേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. കാരണധാമത്തിങ്കിൽ നിന്നഴിഞ്ഞിഴിഞ്ഞിടും നാരണാമൃതപാനം ചെയ്തലസാതെ പരതിൽ പരോപകാരായ സഞ്ചരിക്കും അത്യാരോമൽ കിളിപ്പെണ്ണെ പാരാതെ വരികായിരി. മാനുഷഭാവം പഴുതായി കഴിഞ്ഞിടും മുമ്പേ മാനസം തെളിഞ്ഞ് ആത്മജ്ഞാനമംഗലം പരം സാധിപ്പാനെലുതായ സാധനം പാപക്ഷയം മാധവചരിതം നീ ചൊല്ലേണം മടിയാതെയും. കേവലമതു കേട്ടോ ചൊല്ലിനാൾ കിളിപ്പൈതൽ. ആവോളം വന്ദ്യന്മാരെ വന്ദിച്ചു മന്ദം മന്ദം. ഹേരംബനകില വിഘ്നേശ്വരനെനിക്കിതിന്നാരംഭ വിഘ്നങ്ങൾ തീർത്തിടുവാൻ ദിനംതോറും ചേതസാ വന്ദിച്ചു നിന്നിടിനീനാകും വണ്ണം ചേതസീ വിവേകവേഗങ്ങൾ തന്നരുളുവാൻ. കാരണി സരസ്വതി താനുമൻ ജിഹ്വാഞ്ജലിം ഭാരതി നൃത്തം ചെയ്യുവാനായടിവണങ്ങുന്നീൻ. ദേവകീസുതൻ വസുദേവനന്ദനൻ കൃഷ്ണൻ ദേവദേവേശൻ തൻ്റെ ലീലാവർണ്ണനത്തിനു ദാനിനി മമ ഹൃദയാകാശേ ശശാങ്കനായി ആനന്ദരുചികൾ വീശിടുവാൻ ധ്യാനിക്കുന്നീൻ. മാനസേ ഗുരുപരൻ തന്നുടെ പാദങ്ങളിലും ദീനതയൊഴിഞ്ഞു ചൂടിടിനേനൊഴിയാതെയും വേദവ്യാസനുമിത് കാലമീ വണ്ണം ചൊൽവാൻ. ആദരാൽ അനുഗ്രഹിച്ചിടേണം സദൈവമീം. ശ്രീശുഖമുനീന്ദ്രനും മോദേന വരം തരിക ആശയം തെളിവതിനായടിപണിയുന്നീൻ. നാരദ സനക വാത്മീക്യാദി മുനീന്ദ്രരും കാരണന്മാരന്ധരാ ദേവദേവതങ്ങളും വാസവാദ്യകില ദിക്പാലകന്മാരും സപ്തമാതൃക്കൾ ദിനേശാദിഗ്രഹങ്ങൾ പിതൃക്കളും ദേവകൾ വിരിഞ്ചനും ഈശ്വരൻ താനും രമാദേവിയും മഹേശ്വരി മാതാവും കുമാരനും ശേഷനുമിവിടെ മറ്റുള്ള സർവജ്ഞന്മാരും ശേഷമെല്ലാരും ജാതി നിന്ദ്യനാം മൂടൻ തൻ്റെയും ഘോഷലക്ഷണത്തിനായി കൊണ്ടനുഗ്രഹിക്കണം. ദോഷമായ നിശമെല്ലാരെയും വന്ദിക്കുന്നേൻ. ബോധമില്ലാതോരസാരജ്ഞനാജ്ഞാനി ഞാൻ ആധാരസ്വരൂപനം മാധവചരിതങ്ങൾ മാരുദാസന കുലനാഥനും ഗിരീശനും താരകാരാധിക്കുമോർത്തറിഞ്ഞു ചൊല്ലിടുവാൻ വേലയായിരിപ്പൊരു മായാവൈഭവം തുലോം. ബാലനീ വണ്ണം ചൊൽവാനായി കൊണ്ടു തുനിഞ്ഞതും ചേതസീ വിചാരമില്ലാകെയെന്നറിഞ്ഞ് അതിപ്രീതരായി അനുഗ്രഹിച്ചിടുവിൻ എല്ലാവരും. വ്യാസനിർമ്മിതം കലികാലേ ഭക്താനാം പരിബോധനമുപകാരമിന്നു കിട്ടിയിരിക്കുന്നു. നാനാജാതയും മേലിൽ അല്പബോധികൾക്ക് ആത്മജ്ഞാന സിദ്ധ്യർത്ഥം മനഃശുദ്ധി കാരണമിതം വേണമെന്നാകിൽ കേട്ടുകൊള്ളുവിൻ. അല്ലെങ്കിലും നാണം കൂടാതെ പറഞ്ഞിടും നീനാകും വണ്ണം. ശ്രീവേദവ്യാസമുനി ശ്രീഭാഗവതം ചമച്ച് ആവർമോദേന നിജശിഷ്യനായി വിളങ്ങിന ശ്രീശുഖമുനീന്ദ്രനെ സാദരം പഠിപ്പിച്ചത് ആശയം തെളിവതിനായ അനശനായ ഭൂപതി വിഷ്ണുരാധൻ തന്നെ കേൾപ്പിച്ച നേരം
താപസൻ തന്നെ തൊഴുത് ഏകാന്തേ മഹീപതി വംശവിസ്താരം സൂര്യ സോമയൂരകക്കമ്പിൽ സംശയം തീരും വണ്ണം കേട്ടതിനന്തരം കംസാരി ചരിത്ര സംക്ഷേപത്തെ കേട്ടു ചൊന്നാൻ സംസാര വിനാശനമാകിയ കഥാമൃതം വിസ്തരിച്ചരുളി ചെയ്തിടേണം എനിക്കുള്ളിൽ ചിത്തസന്ദേഹം തീർന്നു മുക്തി വന്നിടും വണ്ണം മുഖ്യമാകിയതു വംശത്തിങ്കിൽ വന്നഖിലേശൻ ഭക്തവത്സലൻ പരമാനന്ദനദോക്ഷജൻ പുഷ്കരേക്ഷണൻ അവതാരം ചെയ്തതുമൂലം തൽക്കുലത്തോടെ പരിശുദ്ധമായെന്നല്ലയോ സ്വച്ഛമായരുൾ ചെയ്തു കേട്ടിതു പുനരിന്നും അച്യുതൻ വസുദേവ പുത്രനായവനെയിൽ കൃഷ്ണനായി അവതരിച്ചുള്ളൊരു വിലാസങ്ങൾ ഒക്കവേ ജഗൻ മനോമോഹന ചരിത്രങ്ങൾ കേൾക്കയിൽ അത്യാഗ്രഹം മേൽക്കുമേലകക്കമ്പിൽ വായിക്കുന്നിതെനിക്കതു വിസ്തര ചൊല്ലിടേണം സാക്ഷാൽ അന്നകം മെനക്കെടാതെ പല നാളുണ്ട് ആക്കമോടേവം ജഗന്നായക ചരിത്രങ്ങൾ കേൾക്കുന്നു വിരാഗം വന്നീലല്ലീ പുനരിത ഓർക്കയില്ലല്ലീ ഭവാനിൽ ഇല്ലെനിക്കേതും തൃപ്തിയും രാപ്പകലൊഴിയാതെ കേവലം മൽപ്രാണാന്തം താൽപര്യാനന്ദപൂർണം ഉത്തമ ശ്ലോകം തൻ്റെ കീർത്തനം കേട്ടാൽ ഒരുവർക്കുമങ്ങൊരിക്കലും ധാത്രിയിൽ മതിവരുകെന്നുള്ളതില്ലയല്ലോ രാക്ഷസന്മാർക്കും ശുഭജന്മാർക്കും ഭഗവാന്റെ ദാക്ഷിണ്യോദന്തം കേൾപ്പാൻ ആഗ്രഹമില്ലായെന്നും മറ്റുള്ള ഭക്തന്മാർക്ക് ദുഷ്കൃത മഹാവ്യാധി തെറ്റെന്നു പടുപറ്റുപോവതിന്നെഴുതായം സിദ്ധിതം സിദ്ധൌഷധം എത്രയും മനോരമ്യം വൃദ്ധിതം മോക്ഷപ്രദം അജ്ഞാനവിനാശനം നിത്യവും വിഷയവൈരാഗ്യവാന്മാരായി സമബുദ്ധിമാന്മാരായി ആത്മജ്ഞാനതൽപരന്മാരായി സത്യസങ്കൽപ്പന്മാരായി ഉത്തമോത്തമന്മാരായി അത്യന്തം ജപയജ്ഞ കൃത്യന്മാരായി വർത്തിക്കും മർത്യന്മാർക്കേറ്റം ആനന്ദേന ചൊല്ലുവാനുള്ളോരോ ഉത്തമവൃത്തം ജഗൽ സമ്മതം രമണീയം മൽപിതാമഹന്മാരെ ധാർത്തരാഷ്ട്രന്മാരായോരബ്ധിയിൽ അവനീശ മണ്ഡലജഷകുലേം മത്സരേ ഭീഷ്മദ്രോണാദിതിമിംഗലഗ്രാഹേം മധ്യദുർമാർഗേം കടാക്ഷപ്ലവത്തിന്മേൽ ചേർത്ത് സഗൃണമത്യത്ഭുതം സ്വപ്നസന്നിഭം തത്ര വിഘ്നമെന്നിയും പരിചോടുടൻ ചെറിയൊരു കറ്റുകാൽ കുളമ്പിന് തുല്യമായി കടത്തിയാനുറ്റവനായ ഭക്തവത്സലൻ പരമാത്മാം വിശ്വേക സാക്ഷി പുരുഷോത്തമനദോക്ഷജൻ അച്യുതനശുദ്ധമാവെന്നവനുടൻ തന്നാൽ മുക്തമാം ബ്രഹ്മാസ്ത്രം വന്നെന്നെ നിഗ്രഹിപ്പാനായി മുഗ്ധയാമ മാതാ തന്നുടെ ജഡരത്തിൽ പുക്കുടൻ ഛിദ്രിപ്പിപ്പാനാരംഭിച്ചളവേറ്റം ഉൾക്കനിവിയെന്നു പത്മേക്ഷണൻ കൃപാലയൻ ചക്രതേജസാഭിരഞ്ഞ് അസ്ത്രവീര്യത്തെ കെടുത്തി കാണാകിയോരുമാം രക്ഷിച്ചു കൊണ്ടാനല്ലോ അങ്ങനെ വർത്തിച്ചോരു മംഗളചരിതങ്ങൾ ഇങ്ങടിയനു കേൾപ്പാനായി കൊണ്ടു വഴി പോലെ തിങ്ങിന കൗതൂഹലത്തോടെ അരുൾ ചെയ്തിടണം മങ്ങാതൊരത്യാനന്ദം എന്നുള്ളിൽ വളരുന്നു നിന്തിരുവടിയുടെ വാക്മാധുര്യങ്ങൾ കൊണ്ടും തന്തിരുവടിയുടെ ചരിതരസം കൊണ്ടും സന്തതം കൈവല്യത്തെ പ്രാപിച്ചേനിപ്പോഴേ ഞാൻ എന്തൊരാനന്ദം ഇതിന്മീതേ മറ്റുള്ളൂ പാർത്താൽ ഉണ്ടെനിക്കിതിൽ ചില സംശയം തോന്നിയിടുന്നു
കുണ്ടത തീർന്ന ഭവാൻ അതിനെ തീർത്തിടേണം. കണ്ടിക്കാർ കുഴലാളം ദേവകതനൂജയിൽ ഉണ്ടായ ഗർഭം തികഞ്ഞാശുരോഹിണിങ്കൽ കണ്ടതു ബലഭദ്രനായതും. അവൾ തന്നിൽ രണ്ടാമത് അഖിലേശൻ താൻ അവതരിച്ചതും കിം പ്രയോഗാർത്ഥം വസുദേവ മന്ദിരത്തിങ്കൽ. അമ്പിനോടവതരിച്ചിടിന ജഗന്നാഥൻ ബന്ധമിന്തങ്ങും വ്രജം പ്രാപിപ്പാനവിടെത്തൻ ബന്ധുക്കളോടും കൂടിയിട്ട് എന്തൊന്നു ചെയ്തതെന്നും പങ്കജനേത്രൻ മധുരാപുരിക്കെഴുന്നള്ളി സംഘർഷണാനുജൻ താൻ ശങ്ക കൈവിടിഞ്ഞും തന്മാതുലൻ തന്നെ ജനസംസതി മധ്യേ നിന്നു ചേതസി വൈരം കലർന്ന് എന്തിനു കൊല ചെയ്തു? ഹേതുവെന്തതിന്നതു കഷ്ടമല്ലയോ? നറുമ്പാൽ തൊഴും മൃദുമൊഴിമാരിലെത്രയും നല്ല ഭാര്യമാര് എത്ര പേരുണ്ട്, എത്ര വത്സരം മായാ കാര്യമാനുഷൻ മനുജാകൃതിയോടും ഭുവി വാണരുളിനാൻ. അന്നുണ്ടായ മംഗലചരിതാനന്ദവിലാസങ്ങൾ ഒക്കെയും ഒഴിയാതെ വ്യാസമായും അരുളി ചെയ്തിടേണങ്കിവാം. 3 വാസരമനശനം ദീക്ഷിച്ചു കഴികയാൽ ദാഹാദി പരിശ്രമമുണ്ടെന്നു തിരുവുള്ളിൽ. സ്നേഹമോഹേന പരിലാളിക്ക് വേണ്ടിയിലേതും താപകമുഖാംബുജത്തിങ്കൽ നിന്നുടനുടൻ ആവിർബോധേന പൊഴിഞ്ഞിടിന ഹരികഥാസാര പീയൂഷപാനം ചെയ്ക കൊണ്ടടിയനിൽ പാരംകാംക്ഷിതം പൈതാഹാദിയില്ലറിഞ്ഞാലും സാദരമിന്നും കരുണാലയ കഥാമൃത സാധനം നൽകിയിടുക വേണ്ടതെന്നോരോതരം പ്രീതനായേറ്റങ്ങപേക്ഷിച്ചിരുന്നീടും വിഷ്ണുരാധവക്ത്രാബ്ജം പാർത്തു മന്ദഹാസാനന്തരം ശ്രീശുകൻ നിജ പിതാവാകിയ കവിപ്രവരേശനം വേദവ്യാസപാദപങ്കജദ്വയം മോദേന മനപത്മങ്ങാരാധിച്ചലങ്കരിച്ച് ആദിനായകനെയും ധ്യാനിച്ചു ചൊല്ലിടിനാൻ. ഇക്കലിയുഗത്തിങ്കൽ മാനുഷജാതിക്കുള്ള ദുഷ്കൃത മഹാവ്യാധി പോക്കുവാനെളുതായ സിദ്ധമന്ത്രൌഷധങ്ങളിലും ഉത്തമ ശ്ലോകസ്യ സമുദ്രകീർത്തനാൽ കാർണീയത്തിന്മീതൊന്നില്ലെന്നും നിശ്ചയിച്ചരുളി ചെയ്തിടിനാൻ. മമ പിതാവച്യുതാംശോദ്ഭൂതനം ബാദരായണനതേം നിത്യവും കേൾപ്പാനപേക്ഷിച്ചിരിക്കുന്ന ഭവാൻ ഉത്തമരാജർഷി എന്നാശു സംവദിക്കുന്നേൻ. കൃഷ്ണനാം പരമാത്മാ തന്നെ കഥാമൃതം തൃഷ്ണയാ ചൊല്ലുന്നവൻ തന്നെയും അതിലേറ്റം ഭക്തി പൂണ്ടാർദ്രാത്മനാ കേട്ടിരിപ്പവനെയും ശക്തികളൊഴിഞ്ഞനുധ്യാതനാം അവനെയും ശുദ്ധമാക്കുന്നു മഹാപാതകങ്ങളാൽ പരിബദ്ധനായിരിപ്പവനെങ്കിലങ്ങവനെയും ഭക്തവത്സലനായ ഭഗവത്പാദോദകം അത്യന്തം പശുദ്ധിജമാതൃ താതാചാര്യജ്ഞദുഷ്ടന്മാരെയും ശുദ്ധമാക്കുന്നു. പുനരതിലിഷ്ടലാഭത്തെ കൂടി നൽകുന്നു കഥാമൃതം.